ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. സോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് ഓർഗനൈസ്ഡ് കോഡാണ്. സോ നമ്മളൊരു പ്രത്യേക ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഒരു ചെറിയൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. സോ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലെഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാം റൺ ആവുന്നതായിരിക്കും. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് റിട്ടേൺ ടൈപ്പ് ആണ്, ഏത് തരത്തിലുള്ള വാല്യൂ ആണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഫംഗ്ഷൻ്റെ പേരാണ്. അതിനുശേഷം ഈ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ ബ്ലോക്ക് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ നമ്മൾ ഫംഗ്ഷനിൽ എന്താണ് നമ്മുടെ പ്രോഗ്രാം, എന്ത് കോഡാണ് നമ്മൾ എഴുതുന്നത് ആ കോഡ് എഴുതുക. അതുപോലെ നമുക്ക് റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും ഇതുപോലെ കൊടുക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ആദ്യമായി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. റിട്ടേൺ ടൈപ്പും പാരാമീറ്ററും ഇല്ലാത്ത ഒരു ഫംഗ്ഷനാണ്. സിമ്പിൾ ഫംഗ്ഷൻ, റിട്ടേൺ ടൈപ്പും പാരാമീറ്ററും ഇല്ലാത്തൊരു ഫംഗ്ഷനാണ്. സോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സിൻടാക്സിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് റിട്ടേൺ ടൈപ്പാണ്. സോ റിട്ടേൺ ടൈപ്പ് ഇല്ലെങ്കിൽ നമ്മളിവിടെ വോയിഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. നമ്മളിവിടെ മെസ്സേജ് എന്ന് കൊടുക്കുന്നു, മെസ്സേജ്. അതിനുശേഷം നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ പാരാമീറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് empty ആയി കൊടുക്കുന്നു. അതിനുശേഷം ഒരു കർലി ബ്രാക്കറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഇതാണ് ഒരു സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ നമ്മൾ എന്താണ് കോഡ് എഴുതുന്നത് അതായിരിക്കും ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് റൺ ആവുന്നത്. സോ നമ്മളിവിടെ ജസ്റ്റ് ഒരു കൺസോളിൽ റൈറ്റ് ലൈൻ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ് ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫംഗ്ഷൻ റൺ ചെയ്യണമെങ്കിൽ നമുക്കിതിനെ കോൾ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം മെസ്സേജ് എന്ന് കൊടുക്കുന്നു. ഇതുപോലെ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തവണ മാത്രമേ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമ്മുടെ കൺസോളിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഫംഗ്ഷൻ താഴോട്ട് ഇതുപോലെ ഒരു 3 തവണ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ 4 തവണ കോപ്പി ചെയ്ത് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ 4 തവണ റൺ ചെയ്യാൻ സാധിക്കും. 4 തവണ നമുക്കിതുപോലെ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഫംഗ്ഷനുള്ളിൽ എഴുതുന്ന ഒരു ചെറിയ പ്രോഗ്രാം, ഒരു ചെറിയ കോഡ് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാനും ആവശ്യമുള്ള സമയത്തൊക്കെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നതായിരിക്കും. സോ ഇതായിരുന്നു സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റർ ആണ്. ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ്. സോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാല്യൂസ് നമ്മുടെ ഫംഗ്ഷനിലോട്ട് കൊടുക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കമൻറ്റ് ചെയ്യാം. സോ ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സിൻ്റെ ഭാഗത്ത് വരാം. സോ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു 2 സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ നമുക്കിവിടെ റിട്ടേൺ ടൈപ്പ് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നില്ല. റിട്ടേൺ ടൈപ്പ് നമ്മൾ തൽക്കാലം വോയിഡ് കൊടുക്കുന്നു. അതിനുശേഷം സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേര് നമ്മൾ സം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിലാണ് നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ടത്. സോ നമുക്ക് 2 വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. സോ ഇൻറ്റ് എക്സ് നമ്മുടെ ആദ്യത്തെ സംഖ്യ, ഇൻറ്റ് വൈ നമ്മുടെ രണ്ടാമത്തെ സംഖ്യ. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ്റെ ബ്ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. സോ ഈ 2 വാല്യൂസാണ് നമ്മൾ ഈ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഇൻറ്റ് സം ഈക്വൽ ടു ഈ വാല്യൂ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്, ഈ 2ൻ്റെയും തുക കാണണം. എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ ഇതിനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ സം ഈസ് ഇതുപോലെ നമുക്കിതിനെ യോജിപ്പിക്കാം. സം ഈസ് സം എന്ന് പറയുന്ന രീതി ഇതുപോലെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ ഇതിന് ആർഗ്യുമെൻറ്റ് കൊടുക്കുക. സോ നമുക്ക് 2 വാല്യൂ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 10, 20 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 20 + 10 നമുക്ക് 30 എന്ന് പറയുന്ന റിസൾട്ട് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇനി താഴോട്ട് നമ്മൾ ഇത് 2 തവണ കോപ്പി ചെയ്യാൻ താഴോട്ട് വ്യത്യസ്ത നമ്പറുകൾ ഇതുപോലെ കൊടുക്കുന്നു. 100, അതുപോലെ 200, അതുപോലെ 1000, അതുപോലെ 2000, ഇതുപോലെ 3 തവണ നമ്മളിത് കോൾ ചെയ്യുന്നു. 3 നമ്മൾ വ്യത്യസ്ത വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഓരോ വാല്യൂവിനനുസരിച്ച് വ്യത്യസ്ത പ്രോഗ്രാമുകൾ നമുക്ക് ഇവിടെ റൺ ആവുന്നതായിരിക്കും. ആദ്യത്തെ നമുക്ക് സം ഈസ് 30 എന്ന് ലഭിച്ചു. രണ്ടാമത് നമുക്ക് സം ഈസ് 300 എന്ന് ലഭിച്ചു. മൂന്നാമത് നമുക്ക് സം ഈസ് 3000 എന്ന് ലഭിച്ചു.
ഈ രീതിയിൽ നമുക്ക് പാരാമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഫംഗ്ഷനിലോട്ട് കുറച്ച് വാല്യൂ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അത് ഫംഗ്ഷനിലെ പ്രോഗ്രാമിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആണ്. ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ്. ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പിൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് തൽക്കാലം ഇത്രയും ഭാഗം നമ്മളിവിടെ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് മറ്റൊരു പ്രോഗ്രാം റൺ ചെയ്യാം. മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഉദാഹരണമായി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സംഖ്യയുടെ സ്ക്വയർ കാണുന്നതിനുള്ള പ്രോഗ്രാമാണ്. സോ നമ്മളിവിടെ ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. സോ നമ്മളൊരു നമ്പറാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇൻറ്റിജർ എന്ന് കൊടുക്കുന്നു റിട്ടേൺ ടൈപ്പ്. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു ഫൈൻഡ് സ്ക്വയർ. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നമ്മൾ പാരാമീറ്ററും കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ പാരാമീറ്ററായി കൊടുക്കുന്നു. സോ ഈ വാല്യൂ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മളിതിൻ്റെ സ്ക്വയർ കണ്ടതിന് ശേഷം സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മളിവിടെ എക്സ് ഇൻറ്റു എക്സ് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. സോ നമ്മളിവിടെ റിട്ടേൺ നമ്മളിവിടെ റിസൾട്ട് എന്ന് കൊടുക്കുന്നു. റിട്ടേൺ റിസൾട്ട് എന്ന് കൊടുക്കുന്നു. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസൾട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതാണ് നമ്മളിവിടെ ആദ്യം കൊടുത്ത റിട്ടേൺ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാം. സോ നമ്മളിവിടെ ഫൈൻഡ് സ്ക്വയർ ശേഷം നമ്മൾ ഇതിലോട്ടൊരു വാല്യൂ പാസ് ചെയ്യുന്നു. സോ ഞാനിവിടെ 3 പാസ് ചെയ്യുന്നു. സോ ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഇൻറ്റിജർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ വേരിയബിൾ ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഇതിനെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എയുടെ വാല്യൂ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ console.writeLine എ ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 9 എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ 3 ആണ് ഇവിടെ കൊടുത്തത്. സോ അതുപോലെ നമുക്ക് 100-ൻ്റെത് കാണണമെങ്കിൽ 10-ൻ്റെത് കാണണമെങ്കിൽ നമ്മളിവിടെ 10 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 100 എന്ന് പറയുന്നൊരു റിസൾട്ട് ആയിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ നമ്മൾ ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് ഒരു വാല്യൂ ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ആവുന്നത്. അതിനെ നമുക്കൊരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്ത് നമുക്കതുപോലെ അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് ഫംഗ്ഷൻസ് C# പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.